ഇനി നമ്മൾ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസി പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഇത്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്ന മണ്ഡലമാണ്. വലിയ പോരാട്ടം ഇത്തവണ നടക്കാൻ പോകുന്ന മണ്ഡലം നേമം. മന്ത്രി എന്ന നിലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ വി ശിവൻകുട്ടിയുടെ MLA എന്ന നിലയിലുള്ള പ്രകടനം എത്ര നോക്കൂ. മാർക്ക് 83.6 മാർക്കാണ് വി ശിവൻകുട്ടി നേമത്ത് നേടിയിരിക്കുന്നത്. റാങ്ക് നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി അതായത് പിണറായി വിജയനേക്കാൾ മുകളിലാണ്. ധർമ്മടത്തെ MLA എന്ന നിലയിലുള്ള പിണറായി വിജയനേക്കാൾ മികച്ച റാങ്കാണ് വിദ്യാഭ്യാസ നല്ല മാർക്ക്, നല്ല റാങ്കാണ് കേട്ടോ, ഹൈ റാങ്കാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക്. റാങ്ക് നേടി വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാം. തദ്ദേശത്തിലെ വോട്ടത്തില തദ്ദേശത്തിൽ പക്ഷേ LDF-ന്റെ ചങ്കിടിപ്പിക്കുന്ന കോൺഗ്രസിന് ചങ്കിടിപ്പിക്കുന്ന റിസൾട്ടാണ്. NDA-ക്ക് 19 വാർഡും LDF-ന് 6 വാർഡും UDF-ന് 2 വാർഡുമാണ്. UDF തന്നെ മെച്ചപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ NDA-യുടെ ലീഡാണ് 8,852. ഇതാണ് നോക്കൂ. നിയമമണ്ഡലത്തിൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. ആരാണ് സ്ഥാനാർത്ഥികൾ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് നിലവിൽ 83.6 മാർക്ക് നേടിയ ശിവൻകുട്ടിയെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നുണ്ട്. ഒപ്പം UDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥി കൂടി അവിടേക്ക് എത്തും. അതാരെന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ പ്രമുഖനായ ഒരു സസ്പെൻസ് നിറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് നേമത്ത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നേമത്ത് 8ാം റാങ്കുമായി വി ശിവൻകുട്ടിയുടെ കുതിപ്പ്. മികച്ച മാർക്ക്. കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒന്നാം സ്ഥാനത്തെത്തിയ MLA ആണ് അല്ലേ? ആ MLA എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു വേറെ മണ്ഡലം ഉണ്ടാവില്ല. കാരണം BJP, കോൺഗ്രസ്, CPM അത്ര ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്ത് 8ാം റാങ്കിൽ ഒന്നാമത്തെ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടിക്ക് ഇത്രയും വലിയ സംവിധാനം കൊടുക്കേണ്ടത് തന്നെയാണെന്നുള്ള എൻ്റെ വിചാരം. മാത്രമല്ല നിയമമണ്ഡലത്തിന് പിന്നിലാണ് ബാക്കി 132 മണ്ഡലങ്ങളും MLA-മാരുടെ എന്നുള്ള പ്രത്യേകതയുണ്ട്. മുൻപിൽ 7 മണ്ഡലങ്ങളെ ഉള്ളതാനും അല്ലേ? ശിവൻകുട്ടിക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയധികം അല്ലെ വലിയ പിന്തുണ ഈ വോട്ടിംഗിൽ വന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ മണ്ഡലത്തിൽ മാത്രമായിരിക്കണം എന്നില്ല. മന്ത്രിയായിട്ട് വരുന്ന സമയത്തുള്ള ശിവൻകുട്ടിയല്ല, മന്ത്രിയായി ഇറങ്ങുമ്പോഴുള്ള ശിവൻകുട്ടി. തീർച്ചയായും നോക്കൂ, നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം ഒരു തവണ കൈവിട്ടു പോയതിനു ശേഷം വീണ്ടും കടുത്ത പോരാട്ടത്തിന് സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലം. എന്ത് നടക്കും അവിടെ എന്നുള്ളത് വലിയ കൗതുകമാണ്.